കാര്യം തീരുമാനം ചെയ്യപ്പെടുമ്പോൾ പിശാച് പറയുന്നതാണ്, നിശ്ചയമായും അല്ലാഹു നിങ്ങളോട് യഥാർത്ഥ വാഗ്ദത്തം ചെയ്തു, ഞാനും നിങ്ങളോട് ചിലത് വാഗ്ദാനം ചെയ്തു, എന്നാൽ ഞാൻ നിങ്ങളോട് അത് ലംഘിച്ചു. എനിക്കു നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും അഥവാ അധികൃത രേഖയും ഉണ്ടായിരുന്നതുമില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകിയെന്നല്ലാതെ. ആകയാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളെ രക്ഷിച്ചു സഹായിക്കുന്നവനല്ല, നിങ്ങൾ എന്നെ രക്ഷിച്ചു സഹായിക്കുന്നവരുമല്ല. നിങ്ങൾ മുമ്പ് എന്നെ അല്ലാഹുവിനോട് പങ്കുചേർത്തതിനെ ഞാൻ ഇതാ നിഷേധിച്ചിരിക്കുന്നു. നിശ്ചയമായും അക്രമികൾ അവർക്കു വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. നേതാക്കളോ അനുയായികളോ എന്ന വ്യത്യാസം കൂടാതെ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത നികൃഷ്ട ജീവിയാണല്ലോ പിശാച്. അവന്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങിയും അവന്റെ മധുര മോഹങ്ങളായ വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയും കൊണ്ടാണ് മനുഷ്യൻ ദുർമാർഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. മനുഷ്യരാകുന്ന നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളെപ്പറ്റി പ്രസ്താവിച്ച ശേഷം ഇരു കൂട്ടരുടെയും ഉപദേശകനായിക്കൊണ്ടിരുന്ന പിശാച് അന്ന് അവരോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുകയാണ്. വിചാരണ കഴിഞ്ഞ് സജ്ജനങ്ങൾക്ക് സ്വർഗത്തിലേക്കും ദുർജനങ്ങൾക്ക് നരകത്തിലേക്കും വിധിയുണ്ടാകുമ്പോൾ തന്റെ ദുരുപദേശങ്ങൾക്ക് വഴങ്ങി ദുർമാർഗികളായി തീർന്നവരോട് അവർ നടത്തുന്ന ഒരു പ്രസംഗമാണിത്. അതിൽ സംഗതികളുടെ യഥാർത്ഥ രൂപം അവൻ തുറന്നു കാട്ടുന്നു. അവൻ പറയും, നിങ്ങൾ നേർമാർഗം സ്വീകരിക്കുന്നതായാൽ നിങ്ങൾക്ക് രക്ഷയും വമ്പിച്ച അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് റസൂലുകളും വേദഗ്രന്ഥങ്ങളും മുഖേന അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതെല്ലാം സത്യവും യാഥാർത്ഥ്യവുമായിരുന്നു. അതിപ്പോൾ അനുഭവത്തിൽ വരികയും ചെയ്തു. നേരെ മറിച്ച് ദുർമാർഗം അവലംബിക്കുന്ന പക്ഷം എന്റെ സൈന്യങ്ങളും ആൾക്കാരും മുഖേന ഞാനും ചിലതൊക്കെ നിങ്ങളെ വ്യാമോഹിപ്പിച്ചു. സ്വർഗമില്ല, നരകമില്ല, വിചാരണയില്ല, പുനർജീവിതമില്ല, അതൊക്കെ കേവലം ചില ഐതിഹ്യങ്ങൾ മാത്രമാണ്. അഥവാ അതെല്ലാം യഥാർത്ഥമാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ദൈവങ്ങളും മഹാത്മാക്കളും നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്നും മറ്റും. അതെല്ലാം കള്ളമായിരുന്നു. ആ കള്ളങ്ങൾ നിരത്തിവെച്ച് നിങ്ങളെ ഞാൻ തോന്നിയവാസങ്ങളിലേക്ക് ക്ഷണിച്ചുവെന്നല്ലാതെ അതിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ നിർബന്ധിച്ചു വഴിപിഴപ്പിക്കുവാനുള്ള അധികാരശക്തിയോ അധികൃതമായ തെളിവുകളോ ഒന്നും എനിക്കില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളെന്റെ ക്ഷണം സ്വീകരിച്ച് മുമ്പോട്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെന്നെ പഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ പക്കൽ വന്ന അമളിക്ക് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഴിക്കേണ്ടത്. ഏതായാലും ഇനി അന്യോന്യം സങ്കടം കേട്ട് രക്ഷ നൽകുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. രണ്ടു കൂട്ടർക്കും വിധിക്കപ്പെട്ട ശിക്ഷ അവരവർ അനുഭവിച്ചേ തീരൂ. മുമ്പ് ഇഹത്തിൽ വെച്ച് എന്നെ ആരാധിച്ചും അനുസരിച്ചും വരിക വഴി എന്നെ നിങ്ങൾ അല്ലാഹുവിന് സമമാക്കി വെക്കുകയുണ്ടായി. അന്ന് ഞാനത് അനുകൂലിച്ചുവെങ്കിലും ഇപ്പോഴിതാ ആ തെറ്റിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നു. ഇതാ ഞാനത് തുറന്നു നിഷേധിക്കുന്നു. അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം എന്ന അവസാനത്തെ വാക്യം പിശാചിന്റെ വാക്കുകളിൽ പെട്ടതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഒരുപക്ഷെ അതിന്റെ മുമ്പത്തെ വാക്യത്തോടെ പിശാചിന്റെ വാക്കുകൾ അവസാനിച്ച ശേഷം ഒരു പൊതുതത്വമെന്ന നിലക്ക് അല്ലാഹു പറഞ്ഞ വാക്കാണതെന്നും വരാവുന്നതാണ്. അല്ലാഹു ആലം. രണ്ടായാലും ഉദ്ദേശം വ്യക്തമാണല്ലോ. ഇവിടെ പിശാച് അഥവാ അശ്വൈത്താൻ എന്ന് പറഞ്ഞത് മനുഷ്യവർഗത്തിന്റെ ആജീവനാന്ത ശത്രുവായ ഇബിലീസിനെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ ഭിന്നാഭിപ്രായമില്ല. പക്ഷേ അദൃശ്യജീവിയായ പിശാചിനെ നിഷേധിക്കുകയും പിശാചെന്നും ഇബിലീസ് എന്നുമൊക്കെ പറയുന്നത് മനുഷ്യരിൽ തന്നെയുള്ള ദുശക്തികളെ ഉദ്ദേശിച്ചാണെന്ന് വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാറുള്ള ചിലർക്ക് മാത്രമേ ഇതിൽ എതിരഭിപ്രായമുള്ളൂ. പാമര ജനങ്ങളെ വിരട്ടുന്ന മതസമുദായ രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ പിശാച് കൊണ്ട് വിവക്ഷ എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. അത്തരം നേതാക്കളുടെ സ്ഥിതി ഏറെക്കുറെ യഥാർത്ഥ പിശാചിൻ്റേത് പോലെ തന്നെയായിരിക്കുമെന്ന് ഖുർആൻ മുഖേനയും ഹദീസ് മുഖേനയും നാമും മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ പിശാച് കൊണ്ട് ഉദ്ദേശം അതല്ലെന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ്. പിശാചിനെ സംബന്ധിച്ച ഇവരുടെ പുതിയ വാദങ്ങളും അവയുടെ ഖണ്ഡനങ്ങളും സൂറത്ത് ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം.